മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ 4 ഭടന്മാർ ചേർന്ന് ഭാരമേറിയ ഒരു തടി ഉന്തുവണ്ടിയിൽ കയറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊരുട്ടി വണ്ടിയിൽ കയറ്റുമ്പോഴേക്കും ഭാരം മൂലം വീണ്ടും താഴേക്ക് വീഴും. ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെട്ടു. അവരുടെ മേലുദ്യോഗസ്ഥനാണെങ്കിൽ ഇതെല്ലാം മാറി നിന്ന് വീക്ഷിച്ചുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുകയും ദേഷ്യപ്പെടുകയും ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെയായിട്ടും ആ തടി കയറ്റിയില്ലേ? അപ്പോൾ അതുവഴി കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്ന ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ആ മേലുദ്യോഗസ്ഥനോട് ചോദിച്ചു, താങ്കൾക്ക് അവരെ ഒന്ന് സഹായിച്ചുകൂടെ? അപ്പോൾ അയാൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഞാനൊരു സൈന്യത്തിൻ്റെ നേതാവാണ്, ഇത്തരം പണികൾ ഉദ്യോഗസ്ഥന്മാർ ചെയ്യാറില്ല. ഇത് കേട്ട ആ മനുഷ്യൻ ആ വലിയ തടിയെടുത്ത് വണ്ടിയിൽ കയറ്റാൻ സഹായിച്ച ശേഷം തൻ്റെ യാത്ര തുടർന്നു. ആഴ്ചകൾ കഴിഞ്ഞു. വാഷിംഗ്ടണിൽ ഒരു സ്വീകരണ ചടങ്ങ് നടക്കുന്ന വേളയിൽ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷും സൈന്യത്തിൻ്റെ നേതാവും പങ്കെടുക്കുകയാണ്. ഒടുവിൽ ആ സൈന്യത്തലവൻ തിരിച്ചറിയുകയാണ്, ആഴ്ചകൾക്ക് മുമ്പ് ഭടന്മാരെ സഹായിച്ച മനുഷ്യനാണ് തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ പ്രസിഡന്റ് എന്ന്. സൈന്യത്തലവൻ ലജ്ജിച്ച് തല താഴ്ത്തി പ്രസിഡന്റിനെ സമീപിച്ച് മാപ്പ് ചോദിക്കുകയാണ് ഉണ്ടായത്. ഈ സംഭവം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: വലിയവർക്ക് മാത്രമേ ഇങ്ങനെ ചെറുതാകാൻ കഴിയൂ. ചെറിയവരാകട്ടെ വലിയവരാകാൻ വ്യഗ്രത കാണിച്ചുകൊണ്ടേയിരിക്കും. ഇന്നത്തെ വചനത്തിലേക്ക് വരുമ്പോൾ, വിരുന്നിന് ക്ഷണിക്കുന്നവരും ക്ഷണിക്കപ്പെടുന്നവരും പാലിക്കേണ്ട പെരുമാറ്റ രീതികളെക്കുറിച്ചാണ് ഈശോ പഠിപ്പിക്കുക. വചനത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്: ഒരു ഫരിസേയ പ്രമാണിയുടെ ഭവനത്തിൽ വിരുന്ന് ഒരുക്കിയിരിക്കുകയാണ്. ആ വിരുന്നിലേക്ക് ഈശോയും ക്ഷണിക്കപ്പെട്ടു. എന്നാൽ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈശോ കണ്ടത് ഇതാണ്: അതിഥികൾ ആദ്യ സ്ഥാനങ്ങളിൽ പോയി ഇരിക്കുന്നു. ഇത് കണ്ട ഈശോ ഒരു ഉപമയിലൂടെ അവരുടെ അഹങ്കാരത്തെ ചൂണ്ടിക്കാണിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. ആദ്യം ക്ഷണിക്കപ്പെട്ടവർക്കുള്ള ഉപദേശമാണ്. ആരെങ്കിലും നിന്നെ ഒരു വിവാഹ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ പ്രഥമ സ്ഥാനങ്ങളിൽ പോയി ഇരിക്കാതെ അവസാനത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. അല്ലെങ്കിൽ ആതിഥേയൻ വന്ന് മുഖ്യ അതിഥികളെ ആനയിക്കുകയും അവർക്ക് പ്രമുഖ സ്ഥാനങ്ങൾ നൽകുമ്പോൾ ആ ഇരിപ്പിടങ്ങൾ കയ്യേറിയവരോട് മാറിക്കൊടുക്കാൻ ആവശ്യപ്പെടുകയും അത് പിന്നീട് വലിയ ഒരു അപമാനത്തിന് തന്നെ കാരണമാകാം. പക്ഷേ പ്രിയമുള്ളവരെ, ഇവിടെ ഈ ഉപമ വഴി അവരെ ആചാര മര്യാദ പഠിപ്പിക്കുക എന്നതല്ല ഈശോയുടെ ലക്ഷ്യം. മറിച്ച് ദൈവം സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗീയ വിരുന്നിലേക്കാണ് നാം എല്ലാവരും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്നും ഭൗമികമായ വിരുന്നിനേക്കാൾ ദൈവരാജ്യത്തിലെ വിരുന്ന് ആസ്വദിക്കാനുള്ള അർഹതയെക്കുറിച്ചും അഹത്തെ വെടിഞ്ഞ് എളിമയോടും താഴ്മയോടും കൂടി ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നവർക്കാണ് സ്വർഗീയ വിരുന്ന് ആസ്വദിക്കാൻ കഴിയുക എന്നും ഈശോ ഈ ഉപമയിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം എടുത്തൊന്ന് പരിശോധിച്ച് നോക്കാം. ആ സ്വർഗീയ വിരുന്നിന് അർഹത നേടുന്നതിൽ എപ്പോഴും ഒരു വിലങ്ങ് തടിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുക നമ്മിലെ അഹങ്കാരം എന്ന തിന്മ തന്നെയാണ്. ഞാൻ എന്ന ഭാവം പലപ്പോഴും പല സന്ദർഭങ്ങളിലും കടന്നു വരാറുണ്ട്. അഹത്തെ കീഴടക്കാൻ സാധിക്കാത്തിടത്തോളം കാലം നാം പ്രഥമ സ്ഥാനങ്ങൾ തേടിക്കൊണ്ടേയിരിക്കും. ആ വലിയ പദവികളോ സ്ഥാനങ്ങളോ നഷ്ടമായാൽ അസ്വസ്ഥരായിക്കൊണ്ടേയിരിക്കും. വചനത്തിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പ്രഥമ സ്ഥാനം അത് ഏതെങ്കിലും ഒരു ഇരിപ്പിടം മാത്രമായിട്ട് ചിന്തിച്ചാൽ പോരാ. നമ്മുടെ ആരോഗ്യം, സമയം, സൽപ്പേര്, കഴിവുകൾ എന്താണോ നമ്മുടെ അഭിമാന വിഷയമാകുന്നത് അത് തന്നെയാണ് നമ്മുടെ ഹൃദയം അഭിലഷിക്കുന്ന പ്രഥമ സ്ഥാനം എന്ന് പറയുന്നതും. നാം ചെയ്യുന്ന നിസ്സാരമായ പ്രവൃത്തികൾക്ക് പോലും സാരമായ പ്രതിഫലം പ്രതീക്ഷിക്കുന്നവരാണ് നമ്മിൽ പലരും. അത് കിട്ടാതെ വരുമ്പോൾ മറ്റുള്ളവരെ പലപ്പോഴും നമ്മൾ നിന്ദിക്കാറുണ്ട്. ഒടുവിൽ നാം ചെയ്ത നന്മകളെ ഓർത്ത് വിലപിക്കുന്നു. എൻ്റെ സമയം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത് എല്ലാം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിച്ചിട്ടും അവർക്ക് എന്നോട് ഒട്ടും നന്ദിയില്ലല്ലോ. മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ നന്മ ചെയ്യുന്നത് വെറും പാഴാണ്. ഞാൻ ഇനി ഒരിക്കലും ആരെയും സഹായിക്കുക പോലും ചെയ്യില്ല എന്ന ഈ ചിന്താഗതി കടന്നു വരുന്നത് എൻ്റെ ഉള്ളിൽ അഹങ്കാരം എന്ന ഈ തിന്മ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നാം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അഹങ്കാരത്തിൻ്റെ നേരെ എതിരാണ് എളിമ.
അതൊരു പുണ്യം തന്നെയാണ്. പക്ഷേ അതൊരു ദൈവീക പുണ്യമായിട്ട് തീരുന്നത് എൻ്റെ മുമ്പിൽ മറ്റൊരു സാധ്യതകളും നിലനിൽക്കാതെ വരുന്നത് കൊണ്ടല്ല, മറ്റൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടുമല്ല. മറിച്ച് മറ്റ് സാധ്യതകൾ ഉള്ളപ്പോഴും എളിയ സ്ഥാനം സ്വീകരിക്കുന്നതാണ്. എളിമയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കുന്നതാണ് എന്നെ എളിമയുള്ളതാക്കി മാറ്റുന്നത്. എൻ്റെ ജീവിതത്തിൽ എളിമ ഒരു പുണ്യമായി മാറുന്നതും അപ്പോഴാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അഹങ്കാരത്താൽ സ്വയം പുകഴ്ത്തുന്നവരും പ്രശംസ ആഗ്രഹിക്കുന്നവരുമാകാതെ എപ്പോഴും ഹൃദയത്തിൽ എളിമയും വിനയവും സൂക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം ഞാൻ എന്ന ഭാവം നടിക്കുന്നവർക്ക് നഷ്ടപ്പെടുക സ്വർഗീയ വിരുന്നിൽ പങ്കെടുക്കാനുള്ള അവസരമായിരിക്കും. അതുകൊണ്ട് എല്ലാവരോടും എളിമയോടെ പെരുമാറിയും തിരിച്ചെന്ത് കിട്ടും എന്ന ചിന്തകളും ഉപേക്ഷിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. എന്ത് പ്രതിഫലം ലഭിക്കുമെന്ന് നോക്കാതെ എല്ലാവരെയും ഒരുപോലെ കാണാനും സ്നേഹിക്കാനും നമുക്ക് പരിശ്രമിക്കാം. സമൂഹം അവഗണിക്കുന്നവരെ നാം പരിഗണിക്കുമ്പോൾ ദൈവം നമ്മെയും പരിഗണിക്കുക തന്നെയാണ് ചെയ്യുക. പ്രതിഫലം കൂടാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ ദൈവം പിൻസീറ്റിൽ നിന്ന് നമ്മെ ഏറ്റവും മുൻ സീറ്റിലേക്ക് ആനയിക്കുകയും ചെയ്യും. തീർച്ച. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, എൻ്റെ ഉള്ളിലെ അഹം വെടിഞ്ഞ് എളിമയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങയെപ്പോലെ സ്വയം എളിമയുള്ളവരാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.